കണ്ണോടി കണ്ണൂരും നോക്കിയിരുന്നാലും കാണാമറിയത്ത് ഒളിച്ചാലും കണ്ണിന് കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാമായി തുളുമ്പി നിന്നു. ആദ്യം നടക്കാൻ പറ്റാതെ വന്നു, പിന്നെ കട്ടിന്മേന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നു. കട്ടിലിൽ ഞാൻ എഴുന്നേറ്റ് ഇരുന്നിട്ട് എൻ്റെ ജോലിയെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എണീക്കാൻ പറ്റാത്തപ്പോൾ എനിക്ക് ജോലി ചെയ്തു തരാൻ അവർ ഈ ചേച്ചീൻ്റെ മരുമക്കൾ താല്പര്യപ്പെട്ടില്ല. ജന്മന ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിമിതികളെ പഴിചാരി മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല ശാന്തേച്ചി. പഠിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി നേടി. വരുമാനത്തിലൂടെ കുടുംബാംഗങ്ങളെ നന്നായി നോക്കി. വിരമിച്ച ശേഷവും മാസം തോറുമുള്ള പെൻഷൻ തുകയും കുടുംബത്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത്. അവിവാഹിതയാണ്. ഇതിനിടെ ആരോഗ്യം തീരെ മോശമായി. ഞാനാ വീടുണ്ടാക്കിയത്, പൈസ ഒക്കെ കൊടുത്തിട്ട് പിന്നെ വീടുണ്ടാക്കിയത് ഞാനാണ്, ചേച്ചീൻ്റെ മോൻ്റെ വീട്ടിലെ. അപ്പം വീടായി കഴിഞ്ഞപ്പം ആ വീട് എടുത്തു കൊടുത്തവൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥാപനത്തിൽ പറഞ്ഞയക്കണം എന്നുള്ളതില്ല എന്നോട് പെരുമാറുന്നത്. നേരാവണ്ണം നോക്കിയിരുന്നില്ല. ഭക്ഷണത്തിനൊക്കെ നല്ല തരാനൊക്കെ നല്ല മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പാലിയേറ്റീവുകാർ വന്നിട്ട് എൻ്റെ അടുത്ത് അവിടുന്ന് പറയലുണ്ടായിരുന്നു, ഡോക്ടറെ കാണിക്കണം, ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഒന്നും ആരും അത്ര ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇങ്ങനെ വന്നപ്പം പാലിയേറ്റീവിലേക്ക് വിളിച്ചു. പാലിയേറ്റീവ് നാൾ വന്നപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ കിടക്കുന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ സങ്കടം തോന്നി. റൂം അടച്ച് ഞങ്ങൾ മാനേജറും ഞങ്ങളുമൊക്കെ ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അവരൊരുപാട് സങ്കടങ്ങൾ ഞങ്ങൾ മുന്നിലേക്ക് നിരത്തി, പ്രയാസങ്ങൾ, അവരെ അവസ്ഥകളൊക്കെ പറഞ്ഞു. റിട്ടയർഡ് ആയതാണ്, കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ആണ്. പക്ഷേ അവരെ പരിചരണത്തിലൊന്നും വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല, സമയത്ത് പോലും ഭക്ഷണവും വെള്ളവും കിട്ടാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് കുറേ സങ്കടപ്പെട്ട് ഞങ്ങൾ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച്. ഇപ്പോൾ ഇവരൊക്കെ കൂട്ടായുണ്ട്. പല പല കാരണങ്ങളാൽ അഗതി മന്ദിരത്തിൽ എത്തിപ്പെട്ടവർ, പരിചരണത്തിനുള്ളവർ, പിന്നെ ഈ റേഡിയോ. കണ്ണനെ കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങേണം എൻ മനം, കണ്ണടച്ചുറങ്ങേണം. വിനോദ് മൊറാഴ്ക്കൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.